ആത്മാവാം ദൈവമേ വരണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 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 ഡിസംബർ 18 ഇന്നത്തെ വിശുദ്ധ ബലിമധ്യയുള്ള നമ്മുടെ വിചിന്തനത്തിനു വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ ജെറമിയ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളും മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. ആരാണ് നീതിമാൻ എന്ന ചോദ്യത്തിന് വിശുദ്ധ ബൈബിൾ പുതിയ നിയമത്തിൽ കൊടുക്കുന്ന ഉത്തരമാണ് ജോസഫ്. ഒരു മനുഷ്യന് എങ്ങനെ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടാനായിട്ട് സാധിക്കുമെന്ന് പുതിയ നിയമം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന വ്യക്തിയുടെ പേരാണ് ജോസഫ് എന്ന മനുഷ്യൻ. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. യഹൂദ പാരമ്പര്യമൊക്കെ അനുസരിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞ 1 വർഷം കഴിഞ്ഞിട്ടാണ് വിവാഹം നടക്കുക. ആ ഒരു ഇടവേളയിലാണ് ജോസഫ് പറയുന്നത് താൻ വിവാഹം കഴിക്കാനിരിക്കുന്ന മറിയമെന്ന കന്യക അവൾ ഗർഭിണിയാണ് എന്ന്. അവനത് വളരെയധികം അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു കാര്യമാണത്. ജോസഫിന്റെ മുമ്പിൽ 3 സാധ്യതകളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് മറിയത്തെ ശിക്ഷിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കാം. തോറ എന്ന നിയമപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ മോശയുടെ നിയമമനുസരിച്ച് മറിയത്തെ ശിക്ഷിക്കു വേണമെങ്കിൽ വിട്ടുകൊടുക്കാം. രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് മറിയത്തെ രഹസ്യമായിട്ട് ഒഴിവാക്കാം. ഏതെങ്കിലും അറിയപ്പെടാത്തൊരു നാട്ടിലേക്ക് ഔസേപ്പ് പോയാൽ മതി. ഒരുപക്ഷെ ജനം കരുതും ഔസേപ്പിൽ നിന്നായിരിക്കാം മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത്, അതുകൊണ്ട് വലിയ പ്രയാസമുണ്ടാകുന്നില്ല. മൂന്നാമത്തെ സാധ്യത കുഞ്ഞിനെയും അമ്മയെയും സ്വീകരിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ മനസ്സിലാവുകയുള്ളൂ. അല്ലാത്തവർക്കത് വിഡ്ഢിത്തമായിട്ട് തോന്നാം. വിശുദ്ധ ബൈബിളിൽ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു അവൻ നീതിമാനായിരുന്നുവെന്ന്. ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞവനാണ് ദൈവത്തിന്റെ പ്രവൃത്തി മനസ്സിലായത്. അതുകൊണ്ടല്ലേ ഒരു സ്വപ്നത്തിൽ ദൈവത്തിന്റെ ദൂതൻ അവനോട് പറയുന്നത് നീ മറിയത്തെ സ്വീകരിക്കാൻ വേണ്ടി ശങ്കിക്കേണ്ട എന്ന് പറയുമ്പോ അത് ദൈവത്തിന്റെ ശബ്ദമായിട്ട് അവൻ മനസ്സിലാക്കി ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മറിയത്തെ സ്വീകരിക്കുന്നത്. നമ്മളാണെങ്കിൽ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുമോ? നമ്മൾ ഒരിക്കലും നിൽക്കില്ല. ഒരു സ്വപ്നം കണ്ടു എന്നതിന്റെ പേരിൽ ജീവിതത്തിലെ ഒരു നിർണായകമായ തീരുമാനം ഞാനോ സുഹൃത്തെ നീയോ എടുക്കില്ല. എന്നാൽ ഇവിടെ മനുഷ്യൻ അവൻ സ്വപ്നത്തിൽ കേൾക്കുന്ന ശബ്ദം ദൈവത്തിന്റെ ശബ്ദമായിട്ട് അവന് തിരിച്ചറിയാൻ പറ്റിയത് അവൻ നീതിമാനായിരുന്നുവെന്ന് ആമുഖത്തിൽ പറഞ്ഞില്ലേ. അവനിൽ ദൈവത്തിന്റെ ആത്മാവുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് കുടികൊണ്ടവന് ദൈവത്തിന്റെ പ്രവർത്തികൾ തിരിച്ചറിയാനായിട്ട് സാധിച്ചു. ഇവിടെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പുതിയ നിയമത്തിലെ ആദ്യ വാഗ്ദാനം നമ്മൾ കാണുന്നതും ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ പുതിയ നിയമത്തിലെ ആദ്യത്തെ വാഗ്ദാനം എന്താണെന്നറിയാമോ? പുതിയ നിയമത്തിലെ ആദ്യത്തെ വാഗ്ദാനം അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശുവെന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ പാപത്തിൽ നിന്നും മോചിപ്പിക്കുമെന്ന്.
ഇതാണ് പുതിയ നിയമത്തിലെ ആദ്യത്തെ വാഗ്ദാനം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളിൽ വസിക്കണമല്ലോ. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നിന്റെ ആത്മാവിനെ അയക്കണമേ. വ്യക്തിപരമായ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഈശോയെ സഹായകനായ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഒരുപക്ഷെ ഞങ്ങളുടെയൊക്കെ ദാമ്പത്യ ജീവിതങ്ങളിൽ അസ്വസ്ഥതകളുണ്ടെങ്കിൽ, പ്രയാസങ്ങളുണ്ടെങ്കിൽ, തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ, പൊരുത്തക്കേടുണ്ടെങ്കിൽ, ഈ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ആ ജീവിതത്തിന്റെ കുറവിലേക്ക് നീ ഇറങ്ങി വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ, തൊഴിൽ മേഖലകളിൽ, ഞങ്ങളുടെ യാത്രകളിൽ, ഞങ്ങളുടെ പഠന മേഖലകളിൽ പരിശുദ്ധാത്മാവെ നീ ഇറങ്ങി വരണമേ. നീ ഇറങ്ങി വരുമ്പോ ദൈവത്തിന്റെ പദ്ധതികളെ മനസ്സിലാക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുമല്ലോ. ഇന്നേ ദിവസം പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും ഈശോയെ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മക്കളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വീടുപണി പൂർത്തീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ജോലി ചെയ്തിട്ടും വിദേശ രാജ്യങ്ങളിലൊക്കെ ശമ്പളം കിട്ടാതെ വിഷമിക്കുന്ന മക്കളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കേൾക്കണമേ. നിന്റെ ആത്മാവിനെ ഞങ്ങളുടെ ജീവിതത്തിന്റെ കുറവുകളിലേക്ക് ഇറക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.